കാസർഗോഡ് സ്കൂളുകളിൽ വിതരണം ചെയ്ത തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പിൻവലിക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. സ്വീപ് നോഡൽ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് കുട്ടികളെ കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്നതായിരുന്നു ബോധവൽക്കരണ പദ്ധതി. വിവരങ്ങളുമായി അർജുൻ ഹേമ ചേരുന്നുണ്ട്. അർജുൻ, കുട്ടികളെ കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങിപ്പിക്കുക, അതായത് രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഇതിൽ ഇപ്പോൾ എന്താണ് നടപടി വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവസമാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലായി ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം വിതരണം ചെയ്തത്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥികളിലൂടെ ഈ രക്ഷിതാക്കൾക്ക്, അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താമെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ സത്യവാങ്മൂലം. അതിൽ കൃത്യമായി തന്നെ വിദ്യാർത്ഥികൾ ഈ രക്ഷിതാക്കളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അത് കഴിഞ്ഞ് ഈ രക്ഷിതാക്കൾ കൃത്യമായി ഈ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഉറപ്പുവരുത്തുക, അത് ഒപ്പിട്ടതിനു ശേഷം അത് തിരിച്ച് സ്കൂളുകളിൽ എത്തിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശിഹർ ഈ ഒരു നിർദ്ദേശം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ചീഫ് നോഡൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്ത തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പിൻവലിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ. സ്വീപ് നോഡൽ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് കുട്ടികളെ കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്നതായിരുന്നു ഈ ബോധവൽക്കരണ പദ്ധതി. അർജുൻ ഹേമയാണ് വിവരങ്ങൾ നൽകിയത്.